ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് കോമഡി ഉത്സവത്തിന്റെ പേരിൽ മെറി ക്രിസ്മസ്. ക്രിസ്മസിന്റെ ആഘോഷത്തിനായിട്ട് നമുക്ക് നമ്മുടെ കാര്യക്കാരെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം പ്രചോദേട്ടൻ, ബിജികുടൻ ചേട്ടൻ ആൻഡ് വിനയ് ഫോർ. അങ്ങനെ എല്ലാവർക്കും മെറി ക്രിസ്മസ്. ആഘോഷല്ലേ? നമ്മള് ക്രിസ്മസ് ആഘോഷത്തിന് ആദ്യമേ തന്നെ ഗബ്രിയലിന്റെ പാട്ടൊക്കെ പാടി ഗംഭീരമായിട്ട് വന്ന പ്രിൻസെ വളരെയധികം നന്ദി. നമ്മുടെ പപ്പാനി പപ്പാനി പാട്ടിന്റെ കൂടെ വന്നാൽ മതി, ഇത്ര ഡാൻസ് കളിക്കണമെന്ന് ഓർത്തില്ല. സത്യം ഇതിനും ഭേദം ഇവിടെ വന്ന് സ്കിറ്റിന് കയറി ഡയലോഗ് തെറ്റിക്കുന്നതായിരുന്നു. അയ്യോ ഇതാര്? അത് എന്റെ അനിയന്റെ മോനാണ്, പരിചയപ്പെടുത്താൻ മറന്നു. രാജേന്ദ്രൻ ഹരിപ്പാട്. എവരും ഉണ്ടല്ലേ? അന്നാടാ നീ മോഹം മൂടി തന്നെ വെച്ചു. അല്ലെ നിന്നെ പപ്പാനിയായിട്ട് പോലും ആരും വിശ്വസിക്കില്ല. ഒരു കാര്യമുള്ള രണ്ട് പപ്പാനി ഉണ്ടാവോ? പിന്നെ ഒന്നും രണ്ടോ എത്ര എണ്ണം? എത്ര ചോപ്പ് നൈറ്റ് കിട്ടോ അത്രയധികം. ഇതിലേതാ പപ്പാനി ഇപ്പോഴും പറഞ്ഞിട്ടില്ലേ? ഇത് രണ്ടെണ്ണം കണ്ണാടിയുടെ മോളിൽ ഇരിക്കുന്ന രണ്ടെണ്ണം. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ, അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഉത്സവം അല്ലെ ആഘോഷം നടക്കുന്നത് ഫോർട്ടിലാണ്, ഫോർട്ട് കൊച്ചിയിലാണ്. വിനയ് ഫോർട്ടിലെ ഫോർട്ട് തന്നെ ഫോർട്ട് കൊച്ചിയുടെയാണ്. അപ്പൊ പറയും, എന്താണ് നിങ്ങളുടെ ഇത്രയും വർഷത്തെ ആഘോഷങ്ങളിലെ ഏറ്റവും മെമ്മറബിൾ ആഘോഷം എന്തായിരുന്നു? പപ്പാനിയെ കത്തിക്കാൻ പോയിട്ടുണ്ട് അവിടെ? പോലെ എല്ലാ പ്രാവശ്യം പോകും. ഈ പപ്പാനിയെ കത്തിക്കാൻ ചെന്നാ പുള്ളിയെ കത്തിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഒരു 20-ാം തീയതി മുതൽ തന്നെ ഫോർട്ട് കൊച്ചിയിൽ ആഘോഷങ്ങളായിട്ട് തുടങ്ങും. പിന്നെ ഒരു 10-15 ദിവസത്തേക്ക് ഫോർട്ട് കൊച്ചി വേറെ ലോകം പോലെ ഇരിക്കും, ഭയങ്കര ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട്. പിന്നെ ആകെയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും ഫോർട്ട് കൊച്ചി ഉണ്ടാവും. അതുകൊണ്ട് ഫോർട്ട് കൊച്ചിക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഹാപ്പിനെസ് ആണ് നമ്മള് ഹോസ്റ്റ് ചെയ്യുന്നു പറയുന്ന പോലെ. അവിടെ ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ ഷൂട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. അത് വേറൊരു ഫീലാണ്. എന്റെ വീടും ബീച്ചിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മള് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാം ഈ ഫുൾ ക്രൗഡിനൊക്കെ. അതൊരു ഭയങ്കര ഹാപ്പിനെസ് ഉള്ള സമയമാണ്. ആണ്, ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ കേരളം മുഴുവൻ അങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ആ ബീച്ചിന്റെ അടുത്ത് തന്നെ വീടുണ്ട്, അവിടേക്ക് ക്ഷണിച്ചതാണ് ഇപ്പൊ എല്ലാരെയും. ഞാൻ വീട് മാറ്റി മദ്രാസിലാണ്. അല്ല ഇത്തവണ പറയാമല്ലോ, ആള് സ്ഥലത്തില്ല, ആട്ടത്തിന്റെ പ്രൊമോഷൻ വരും. അങ്ങനെ ഒരു സാധ്യത ഉണ്ട് കേട്ടോ. ഇപ്പൊ 5-ാം തീയതി സിനിമ റിലീസ് ആകുന്നത് കൊണ്ടിട്ട് അല്ല, നമ്മള് ആ സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ അതാണ് പ്രയോറിറ്റി. ഇതിലും പ്രയോറിറ്റി അതാണ്. ഡെഫിനറ്റ്ലി അത് അതിന്റെ പ്രയോറിറ്റി കൊടുക്കുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ സിനിമ മാത്രമല്ല, 10ഓളം പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയും കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായും പ്രജോട്ടാ ഇവിടെ ചങ്ങനാശ്ശേരി തന്നെയാണോ? ചങ്ങനാശ്ശേരി, എറണാകുളം ഒക്കെ ആയിട്ട് നിൽക്കുന്നു. ന്യൂ ഇയറോ സെലിബ്രേഷനോ എല്ലാം ഇവിടെ ഇങ്ങനെ അവിടെ തന്നെ ഉണ്ടാവും. എവിടെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ വിനയന്റെ കൂടെ ഉണ്ടാവും. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നേരെ പ്രൊമോഷൻ കൊണ്ടുപോകും. ആരെ കിട്ടിയാലും പടം നമ്മളവിടെ കൊണ്ടുപോകും. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷം നിങ്ങളോടൊപ്പമാണ്. എല്ലാവരും ഒരുമിച്ച് 1, 2, 3 വിഷിംഗ് ഓൾ എ മെറി ക്രിസ്മസ് പറയണം കേട്ടോ. അത് പുള്ളി മിണ്ടാണ്ടിരുന്ന അപ്പൊ എല്ലാരും ഓൺ ദ കൗണ്ട് ഓഫ് 3 കേട്ടോ. 1, 2, 3 മെറി ക്രിസ്മസ്. കോമഡി ഉത്സവത്തിൽ അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രതീഷ് നായർ. പ്രതീഷ് വെൽക്കം. പ്രതീഷിന്റെ
ഞാൻ പറയുന്നത് ഞാൻ ആ ശബ്ദത്തിലോട്ട് കൊണ്ടെത്തിക്കാം. അതിനുശേഷം പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടി ആൾക്കാർക്ക് അത് മനസ്സിലാവുക. എപ്പോഴാണെന്ന് റിയലൈസേഷൻ വന്നത് ഈ ഒരു ശബ്ദ സാമ്യത റിയലൈസേഷൻ? +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കയറുന്ന സമയത്ത്. അപ്പൊ അതായത് കോളേജിലൊക്കെ ഈ ഈ രീതിയിൽ പാടാൻ വേണ്ടി മാത്രം ഗാനമേളകൾ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ആ ശബ്ദം കേട്ടതിന് ശേഷം പോവാം. അതല്ലേ എന്റെ ഒരു രീതി. ലെറ്റ്സ് ഗോ. മുന്തിരി പാടം പൂത്ത് നിൽക്കൻ മുറ്റത്ത് കൊണ്ടോവാ, മുത്തുപോലെ നിന്റെ നെഞ്ചിൽ കാത്തു വെച്ചോളാ, മുത്തു തൊട്ടൻ പട്ടു നെറ്റിയിൽ ഉമ്മ വെച്ചോളാ, പവിട ചുണ്ടിലെ പനനുകിലെ പാൽ കറന്നോളാ. Pani, 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 the weather is so sunny, let's bring a bit of honey, it's cooling down. Hey, മുന്തിരി പാടം പൂത്തു നിൽക്കൻ മുറ്റത്ത് കൊണ്ടോവാ, മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാത്തു വെച്ചോളാം. കാരക്കാരപ്പഴം കസ്തൂരി മാമ്പഴം കണ്ണേ രണ്ടും തുള്ളിക്കൊരു കുടം കള്ളി മഴക്കാര എന്നെ വന്ന് വിളിക്കൂലേ. ഹേ കാരക്കാരപ്പഴം കസ്തൂരി മാമ്പഴം കണ്ണേ രണ്ടും വീഴ്ത്തൂലേ, തുള്ളിക്കൊരു കുടം കള്ളി മഴക്കാര എന്നെ വന്ന് വിളിക്കൂലേ, കൈക്കുടന്നയിലെന്നെ കോരി കോരി കുടിക്കൂലേ, രാകരിക്കിലെ തേൻ തുള്ളിയായി തുള്ളി തുള്ളുമ്പൂലേ, തട്ടു തട്ടിയ പട്ടം കണക്ക് ഞാൻ പാറി പറക്കുന്നു, കെട്ടു നിന്റെ വിരൽ തുമ്പിലല്ലേ കുട്ടിക്കുരുവി പെണ്ണേ. മുന്തിരി പാടം പൂത്തും നിൽക്കാൻ മുറ്റത്ത് കൊണ്ടുപോവാ, മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാത്തു വെച്ചോളാം വെച്ചോളാം. ഉദിത് നാരായണൻ. ഞാനാ പറഞ്ഞു, ഞാൻ കയറി വരുമ്പോഴും എനിക്ക് നിഖിൽ പ്രഭ വന്ന അതേ ഫീലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിഖിൽ അന്ന് വന്ന് ഇവിടെ പെർഫോം ചെയ്യുമ്പം അത് കഴിഞ്ഞിട്ട് AR റഹ്മാൻ സാർ തന്നെ അതെടുത്ത് ട്വീറ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ്, അതിലേക്ക് തന്നെ എത്തട്ടെ. പറയുന്ന പോലെ ആ പാട്ട് റീക്രിയേറ്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഭയങ്കര ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് പഠിക്കണം കേട്ടോ. മ്യൂസിക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടാലന്റഡ് അല്ലേ, ശരിക്കും അതും കൂടി പഠിച്ചു തരാൻ വേറെ ലെവലിലായിരിക്കും. അതെ, അത് മതി. അതാണ് ശരിക്കും ഏത് കാലഘട്ടം ഒന്നും ഇല്ലല്ലോ അതിന്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ അപ്പൊ കോളേജ് കാലഘട്ടത്തിലാണ് ഈ ഒരു സാമ്യത എഞ്ചിനീയറിംഗ് പറ്റുന്നില്ലെന്ന് മനസ്സിലായപ്പോ ഇതിലേക്ക് തിരിച്ചു. ഈ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്ത് എല്ലാവരും സിനിമയിലും നമ്മുടെ യഥാർത്ഥ കഴിവ് മനസ്സിലാവും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഏറ്റവും ഫേവറേറ്റ് ഉദിത് നാരായണൻ പാട്ട് ഏതാ ഹിന്ദിയില്? ഏതാണ്? തും പാസായ പാടും. തും പാസായ പാടാം. ശരി. तुम पास आए यूं मुस्कुराए, तुमने न जाने क्या सपने दिखाए, अब तो मेरा दिल जागे न सोता है, क्या करूँ हाय कुछ कुछ होता है, क्या करूँ हाय कुछ कुछ होता है, तुम पास आए यूं मुस्कुराए, तुमने न जाने क्या सपने दिखाए. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഒരു റിക്വസ്റ്റ് ഇട്ടോട്ടെ അജ്നബി, പറ്റുമോ? ഒന്ന് ബാക്ക് ചെയ്താൽ മതി. ऐ अजनबी तू भी कभी आवाज दे कहीं से, ऐ अजनबी तू भी कभी आवाज दे कहीं से, मैं यहाँ टुकड़ों में जी रहा हूँ, मैं यहाँ टुकड़ों में जी रहा हूँ, तू कहीं टुकड़ों में जी रही है, ऐ अजनबी तू भी कभी आवाज दे कहीं से,
कभी तू भी कभी आवाज दे कहीं से. സൂപ്പർ സൂപ്പർ. പ്രതീഷിന്റെ യഥാർത്ഥ വോയിസ് തന്നെയാണോ? ഈ സംസാരിക്കുന്നതാണ് എൻ്റെ വോയിസ്. ആണ്. അല്ല ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ വേറെ രീതിയിൽ പാടാൻ പറ്റുമോ? വേറെ രീതിയിൽ ഞാൻ ആക്ച്വലി ഒരു ബോളിവുഡ് സോങ്സ് അർജിത് സിംഗിന്റെ സോങ്സ് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തപ്പോഴാണ് ഇത് വന്നത്. ഈ ഒരു വോയിസിലേക്കുള്ള. അർജിത്തിന്റെ ഒരു പാട്ട് നമുക്കൊരു 4 വരി. ഓക്കെ, ഷുവറായിട്ടും പാടാം. ഷുവറായിട്ടും ഒരു ക്ലാസിക് സോങ് തും ഹി ഹോ പാടാം. പിന്നെയോ? ഷുവറായിട്ടും. हम तेरे बिना अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. हम तेरे बिना अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. तुझसे जुदा अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा. क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो. चैन भी मेरा दर्द भी मेरी आशिकी, अब तुम ही हो. അപ്പൊ മറ്റേ വോയിസ് അങ്ങനെ പിടിച്ചു പാടണമെങ്കിൽ അത് ഒട്ടും എളുപ്പമല്ല. മലയാളം പാട്ട് പാടുമായിരുന്നു ആ സമയത്ത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറവാണ്, ശരിയായില്ലെന്ന് വരും, പേടിയുണ്ട്. എന്നാലും നമുക്കൊരു അറിയാവുന്ന ഒരു മലയാളം പാട്ട് 4 വരി. ലൈലാഗമേ വേണം പാടാൻ. ലൈലാഗമേ. ഓക്കെ ഓക്കെ ഷുവർ. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം, തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം. കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ, നാം കണ്ട സ്വപ്നങ്ങൾ പോ. ലൈലാഗമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ. ആകാശമേ നീർ പെയ്യുമോ പ്രണയാർദ്രമീ ശാഖിയിൽ ഇന്നിതാ. ബ്രില്യൻ സിംഗറാണ്. അതിനപ്പുറം ബാക്കിയൊക്കെ അതിന്റെ വഴിക്കാണ്. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പാടുമ്പോഴൊക്കെ മറ്റവരുടെ സിഗ്നേച്ചർ നിങ്ങളുടെയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് ഇറ്റ്സ് എ ഭയങ്കര ഒരു ഗോഡ് ഗിവൻ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ ഇടയിലാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യണേ? ഇപ്പൊ ആക്ച്വലി വർക്കിംഗ് ആണ്. എഞ്ചിനീയറിംഗ് തീർത്തു. അദ്ദേഹത്തിന്റെ ഫാമിലി വന്നിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അച്ഛനെയും അമ്മയും കൂടി സ്വാഗതം ചെയ്യാം. വരൂ. ഓക്കെ. അമ്മ നമസ്കാരം. ഇപ്പൊ ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗർ ആയിട്ടുള്ള ഒരു മകനെ കിട്ടിയത് തന്നെ വലിയ കാര്യം. മകൻ എൻ്റെ അടുത്തൊന്ന് പറയായിരുന്നു, അച്ഛൻ എന്നെക്കാളും വലിയ സിംഗറാണ്. അത് ശരി. അച്ഛൻ കിഷോർ കുമാറുമായി സ്റ്റേജ് പങ്കിട്ടിട്ടുള്ള ആളാണെന്നാണ്. ആണ് തീർച്ചയായിട്ടും. അതേത് 2 പ്രാവശ്യം ഞാൻ പഠിച്ചത് വളർന്നത് നോർത്ത് ഇന്ത്യയില്, കാൺപൂരിലാണ് ജനിച്ചു വളർന്നത്, UP-ല്. പിന്നെ കാൺപൂരിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോൾ കിഷോർ കുമാർ, അമിത് കുമാർ രണ്ടുപേരും കൂടെ. അന്ന് ഏത് പാട്ടാ പാടിയത്? മേരെ സപ്നോഗ്രാണി 2 വരി പാടി നോക്കാം, എന്നിട്ടില്ലേ ബാക്കി പരിപാടി. പിന്നെ അതുകൂടാതെ അഭിജിത്ത് ഭട്ടാചാര്യയുടെ കൂടെ 10 വർഷം ഒരുമിച്ച് പാടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ആണോ? അത് ശരി. ഓക്കെ അഭിജിത്ത്, അപ്പൊ നമുക്ക് 1-2 പാട്ട് വേണ്ടി വരും. പറയാം ഒരു പാട്ട്, നമുക്കൊരു 4 വരി ഇഷ്ടമുള്ള പാട്ട് പാടിക്കുള്ളൂ. हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना. हमें तुमसे प्यार सुना गम जुदाई का हैं लोग, जाने जिंदगी कैसे बिताते हैं लोग. दिन भी यहाँ तो लगे बरस
के समा हमें इंतजार कितना ये हम नहीं जानते मगर जी नहीं सकते तुम्हारे बिना हमें तुमसे प्यार ബ്യൂട്ടിഫുൾ അമ്മേ ഈ ഉദിത് നാരായണന്റെ കിഷോർ കുമാറിന്റെ ഇടയിൽ അമ്മ ആരാണ് ആൾക്കായി ആഗ്രഹിക്കാണോ? അപ്പൊ നമുക്ക് നേരെ പ്രചോട്ടിലോട്ട് പോവാം. പ്രചോട്ടാ, പ്രതീക്ഷേ, എന്തോ ഇതിന് ആദ്യം പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാണ്, നിങ്ങളൊരു ബ്രില്യൻ സിംഗറാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. പ്രതീക്ഷിന്റെ എല്ലാ പാട്ടിനും അസാധ്യ ഫീലാണ്. ഞാൻ എൻ്റെ ഒരു പാട്ടിന്റെ ഒരു സജഷൻ ചോദിക്കണ്ട, ഒരു പാട്ട് പാടാൻ. ഈ സഹാന എന്ന് പറയുന്നൊരു പാട്ടുണ്ട്, അറിയാം. അതൊന്ന് രണ്ടുപേര് പാടാം തീർച്ചയായിട്ടും പാടാം. സഹാന സാരൽ തൂവദോ സഹാന പൂക്കൾ പൂത്തതോ എൻ വെൺവിളി തലയ്ക്കുമേൽ തിറന്നതോ അടടാ அந்த வெண்ணில வீட்டுக்குள் நுழைந்ததோ அது என்னுடைய தேநீர் கொண்டதோ கனவோ நெஞ்சமோ காதல் மந்திரமோ സൂപ്പർ. താങ്ക് യു വിനയ്. വൻപൊളിയായിരുന്നു. താങ്ക് യു. ഇത് നമ്മളുടെയൊക്കെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് ഉദിത് നാരായൺ. ഉദിത് നാരായൺ കുമാർ സാനു കോമ്പറ്റീഷൻ ആയിരുന്നല്ലോ ആ ടൈം. അതെ അതെ അതെ. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഉദിത് നാരായൺ സ്റ്റേജിൽ ലൈവ് പെർഫോം ചെയ്യുമ്പോൾ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഇല്ലേ, പുള്ളി കൈ അത് കുറച്ചുണ്ടല്ലേ? കുറച്ചല്ല, കറക്റ്റ് ആയിട്ടുണ്ട്. അത് ചെയ്യുമ്പോഴേ വരൂ. അത് ചെയ്യുമ്പോഴേ വരുള്ളൂ. ഇതാരാണ് പുള്ളിയുടെ അത് ഭയങ്കര ഭയങ്കര രസമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അല്ലാത്ത പാട്ടുകൾ പാടുന്നത് നിങ്ങൾ ഗംഭീരമായിട്ടാണ് പാടുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ അത് പറയുന്ന പോലെ ചില പാട്ടുകളൊക്കെ കേട്ടിട്ട് നമ്മൾ മൈൻഡ് ബ്ലോൺ ആണെന്ന് പറയില്ല, അപ്പൊ അങ്ങനത്തെ ഒരു പാട്ടാണ് എ അജ്നബിയൊക്കെ. താങ്ക് യു സോ മച്ച്. ഇതൊരു വലിയ ബ്രേക്ക് ആയിട്ടാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നതല്ല. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. വിജയടാ, പ്രതീക്ഷേ എന്തോ ഞെട്ടിച്ചു കളഞ്ഞിട്ടാ. താങ്ക് യു സോ മച്ച്. അച്ഛനും അമ്മയും വന്നപ്പോ ആ ഞെട്ടിലൊന്ന് കുറഞ്ഞിട്ടാ. കാരണം ഇദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു 2 മണിക്കൂറോളം മാത്രം ഈ ചേട്ടൻ മാത്രം പാടിയിട്ടുണ്ട് ഒരൊറ്റക്ക് നിന്നിട്ട്. അപ്പൊ അത് പാരമ്പര്യമാണ് വേറെ. അപ്പൊ ഞാൻ ഞെട്ടല് എന്നിട്ട് മോനെ എന്തുകൊണ്ട് സംഗീതം പഠിപ്പിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. അതെ അതെ അതെ. അപ്പൊ ആ ഞെട്ടല് കുറഞ്ഞെന്നുള്ള കാര്യം എന്താണെന്നറിയാമോ, ഈ അച്ഛന്റെ മോനാണല്ലോ, എന്തായാലും ചെയ്യുമല്ലോ അത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഉണ്ടാവും. സൂപ്പർ. എല്ലാം ഗംഭീരമാവട്ടെ. താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ് കേട്ടോ. താങ്ക് യു സോ മച്ച്. വലിയൊരു ഗൈഡ് കൊടുത്തു പ്ലീസ്. താങ്ക് യു. ഗബ്രിയേലിന്റെ ദർശന സാഫല്യം സർവ്വരോഗർക്കും നന്മയേകും കാരുണ്യം ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. താരകൾ പുഞ്ചിരി തൂകി ോറിയ ഗാനങ്ങൾ പാടി പള്ളിക്കച്ചയണിഞ്ഞ് കണ്ണും ചിമ്മി തുറന്ന് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി അവർ ആഘോഷം ഉണരുകയായി. ദർശന സാഫല്യമായി സർവ്വലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവ്വലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഉണ്ണി പിറന്നല്ലോ. എന്താണ് നിർത്തുന്നത്? മുന്നോട്ട് പോകത്തില്ല. എന്താ എന്നെ പദം ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്കറിയാം. എന്താണ് നിർത്തുന്നത്? എന്തിനാണ് നിർത്തുന്നത്? അച്ഛാ, നമ്മുടെ നേരത്തെ എഗ്രിമെന്റ് പ്രകാരം നമ്മൾ ഒരു സ്പോട്ടിന് 3 മിനിറ്റ് മാത്രമേ നിർത്തത്തുള്ളൂ. നീ ക്രിസ്മസ് പാപ്പയല്ലയോ? അതെ. അല്ല വന്ദേ ഭാരത് അല്ലല്ലോ 3 മിനിറ്റ് നിർത്തിയിട്ട് പാനക്കോട്ട്. എന്താ എനിക്ക് മണിയുടെ യോഹനാണ് എങ്ങി വന്നേ.
ഇവിടെ അടിക്കും ഞാൻ. എന്റെ പൊന്നച്ചായ ബോൾ വെച്ച് തന്നെ അടിക്കല്ലേ എന്താ എന്താ കാര്യം എന്തുവാ? നീ പറഞ്ഞിട്ടില്ല ഇവനെ ഇവിടെ എഴുന്നള്ളിച്ചത്? അതിനെന്ത് കുഴപ്പം? സത്യം പറഞ്ഞ എനിക്ക് ഇവനെ അങ്ങോട്ട് പേടിക്കുന്നില്ല ഇവനെ. അത് ഈ വണ്ണം വയറൊക്കെ ഇച്ചിരി കൂടുതലായിട്ടാ. പക്ഷെ അച്ഛൻ അമുക്കി എന്ന് പിടിച്ചാൽ ചിലപ്പോ കൈ ഈ കിട്ടും. പാതിരാത്രി അവനെ ഞാൻ പുനരാൻ കൊണ്ടുവന്നേക്കുന്നതല്ല. പിന്നെ? എനിക്ക് ഇവനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇത് സാന്റയുടെ വേഷം കെട്ടാൻ കൊണ്ടുവന്നാ, അല്ലാതെ അച്ഛന് കെട്ടാൻ കൊണ്ടുവന്ന അല്ല. കഴിഞ്ഞ വർഷം നീ ഇവനെ എഴുന്നള്ളിച്ചോണ്ട് വന്നേയില്ല ഇവിടെ. അതിന് അന്ന് എത്ര രൂപ കൊടുത്തു ഇവന്? അതിന് എന്റെ ഒരു ഇടപെടലിലേക്ക് വെച്ച് 5000 രൂപയ്ക്ക് അവനെ നമ്മൾ സെറ്റ് ചെയ്തില്ല. 5000 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് 25000 രൂപ കോട്ടയം മെഡിക്കൽ കോളേജ് എനിക്ക് ഇവന് വേണ്ടി ചെലവായത്. എന്തിന്? ഈ മൂക്കി പഞ്ഞിലാണ് വലിച്ചു കയറ്റിയത്. സർജറി ചെയ്ത് പുറത്തെടുത്താൻ അറിയോ? അയ്യോ പൈസ ചുമ്മാ കളഞ്ഞു. ഒരാളുടെ തീപ്പെട്ടി വാങ്ങിച്ച് കത്തിച്ച് അവന്റെ മൂക്കിലിട്ടാ പോരായിരുന്നു. എന്റെ പൊന്നച്ചായ വല്ലതും പറയാനുണ്ടോ? വാ തുറന്ന് പറ. ഞാൻ വളർന്ന് പച്ചത്തെറിയ പറയുന്നത്. പക്ഷെ എന്നെ മീശയെ തട്ടി അതല്ല എന്റെ വായിക്കൂടെ ആമാശയത്തിലോട്ട് പോകാ തെറിയല്ല. എനിക്കിന് ഒറ്റ പേടിയേ ഉള്ളൂ. ഈ തെറിയെല്ലാം കൂടെ എന്റെ ആമാശയത്തിൽ കിടന്ന് വല്ല ദഹനക്കേട് ഉണ്ടാക്കുന്നുള്ള പേടിയായിരിക്കും. ഇവൻ ശരിയാവത്തില്ല. ഇവൻ ശരിയാവത്തില്ല. ഇവന് അതാ ശരിയാത്ത. എന്റെ പൊന്നച്ചായ അച്ഛൻ ആളെ മനസ്സിലാവാൻ ചേട്ടാ. എന്താ മനസ്സിലാവാത്ത? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സാന്തയുടെ വേഷം കിട്ടുന്ന പുള്ളിയാ. ഏതാ മിക്കാടുകാരി ശാന്തയുടെ? സാന്റാ ക്ലോസിന്റെ വേഷം കിട്ടുന്ന പുള്ളി ആണോ? അന്നേരം വർഗീസ് സച്ചാന്റെ വീട്ടിൽ വന്നപ്പോ ഏത് പാട്ടിലാണ് ഇവൻ ഡാൻസ് കളിച്ചത്? ആ സംഭവം ശരി, ആ സംഭവം ശരി. അല്ലല്ല അത് നീ പറയുന്നത് അതെന്റെ ഡാൻസിനെ മാത്രം കുറ്റം പറയും. ആണ് വർഗീസ് അച്ഛൻ നിന്റെ ഡാൻസ് കൊള്ളാത്തോണ്ടോ ഒരു പൈസ പിന്നെ അത്രയും തെറി ഞാൻ പറയും. ആ യവന്മാരുടെ പാട്ടിന്റെ പ്രശ്നമോ? അമ്മരാളിനെ കിടക്കാനായിട്ടാ പാടിയത്. എന്താ പാട്ട്? നമ്മൾ സാധാരണ നമ്മൾ ആ SNDP ഗുരുമന്ത്രിന്റെ നമ്മൾ തുടങ്ങുമ്പം 5ാമത് ഏത് പാട്ട് പാടണമെന്ന് പറഞ്ഞേ? അത് മറ്റേ ശാന്തരാത്രി തിരുരാത്രി അങ്ങനെയാണോ പറഞ്ഞത്? ആ പാട്ട് പാടണം. ഇവന്മാര് അവിടെ കയറിയപ്പോ 5ാമത്തെ പാട്ട് ഏതാ പാടിയെന്ന് ചോദിച്ചേ. നീയൊക്കെ ഏത് പാട്ടാടാ പാടിയത്? രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി പുനർജന്മം. കണ്ടോ ഈ പാട്ട് അവന്മാര് പാടിയത്? ഈ പാട്ടിനെടുത്തിട്ട് ഡാൻസ് കളിക്കാനേ ഞാൻ സാന്താക്ലോസ് ആണ്, അല്ല സന്തോഷ് പണ്ഡിറ്റ് അല്ല. എടാ നീ എന്താ വേറെ കാണിച്ചത്? അമേരിക്കക്കാരൻ അച്ഛൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പെണ്ണുമ്പിള്ള എടുത്ത് ഓളത്തോ ചാടി എത്തിനാടാ നീ? അയ്യോ അത് അവിടുത്തെ അമ്മമ്മയായിരുന്നു. അത് ആയിരുന്നു അമേരിക്കക്കാരന്റെ വീട്ടിലെ ഉണ്ടച്ചക്കട മൂട്. ഇത് ഞാനറിയുന്ന ഞാൻ അവരുടെ ഡ്രസ്സും അവരുടെ മുടിയെല്ലാം കൂടെ കണ്ടപ്പോ വിചാരിച്ചേ അവർ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ക്രിസ്മസ് ട്രീ ആണെന്നൊക്കെ ഓർത്താ ഞാൻ തോളത്ത് വെച്ച് ആടിയത്. ആണോ? ആ അമ്മമ്മയുടെ മുടിയാദ്യം മട്ടം 10 മിനിറ്റ് കഴിഞ്ഞാൽ നിന്റെ തല കയറി ആടിയനായിരുന്നു. ആ ഇച്ചിരി പുളിക്കും. പൊളിക്കും. ഈ തൊപ്പിയന്റെ തല ഉറക്കുന്നില്ല പിന്നല്ലേ അമ്മാമ്മ. ഇവന്റെ ആട്ടം കാരണം 5 പൈസ കിട്ടുന്നില്ല അറിയോ? അതൊക്കെ ചുമ്മാതെ. എന്തുവാ അത് ചുമ്മാ ഉടായ്പെടുക്കലെണ്ടൊക്കെ. എന്തുവാ അവിടെ കാണുന്ന ആ 2 നില വീട്ടിൽ നിന്ന് 500-ന്റെ 2 പെട്ടപ്പടയ്ക്കുന്ന ലോട്ടാച്ചന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കിട്ടി. 500-ന് 2 പെട. ഞാനും കണ്ടോ വരുന്നുണ്ടോ? കണ്ടോ? ആ കണ്ടോ? എടാ അവിടെ ഇറങ്ങി റോഡിലെ വെട്ടത്തിൽ ഞാൻ നോക്കിയപ്പോ എന്തോ അറിയോ? 500 നോട്ടിന് വേറെ അടിക്കാത്ത 2 ലോട്ടറി അവരെടുത്ത് തന്നെ അറിയോ? നോക്ക്. അപ്പൊ പൈസ ഒന്നും കിട്ടില്ല ഇവിടുന്ന്. എങ്ങനെ പൈസ കിട്ടും? ആകെ ഇടവകയിലെ 25 വീട്ടിൽ കയറി ഒരു വകയും കിട്ടിയില്ല. കിട്ടിയത് 4 ചാമ്പയ്ക്ക മാത്രം. ആ ചാമ്പയ്ക്ക പോലും എനിക്ക് വന്നില്ലേ? അല്ലല്ല ഒന്നും കിട്ടിയില്ലെന്ന് പറയരുത്. എന്തോ 25 വീട്ടിൽ കയറിയെടുത്ത് ഉറപ്പായിട്ട് അവിടുന്ന് കനത്ത് എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കനത്തെ കിട്ടിയതായിരുന്നു. കനത്തെ പോലീസുകാരന്റെ വീട്ടിൽ നിനക്ക് കിട്ടിയതായിരുന്നു. കനത്തെ സമയം കളയത് ആടാൻ നോക്കണം. ഇല്ല സമയം കളത് വാന്ന്. ഇല്ല ഈ പുള്ളി എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഈഗോ അടിക്കുന്നുണ്ട് പുള്ളിയുടെ. എന്റെ പൊന്നച്ചയ എന്റെ ഒറ്റ ആളുടെ ഇതിലാണ് അച്ഛൻ ഇവിടെ വന്നത്. അല്ല അച്ഛന് വലിയ കഴിവൊന്നും ഉണ്ടായിട്ടില്ല. അല്ലല്ല പുള്ളി ഇടയ്ക്ക് വെച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പ്രൊഫഷണൽ അല്ല. ഞാൻ പ്രൊഫഷണൽ അല്ല. എനിക്ക് എന്ത് യോഗ്യതയാണ് എനിക്ക് പപ്പാഞ്ഞ് വേഷം കെട്ടാണെന്ന് അച്ഛൻ ചോദിക്കുന്നത്? അത് കറക്റ്റ്. ഇതിന് എന്ത് യോഗ്യതയാണ്? യോഗ്യതയൊക്കെയുള്ള ആളാ പറഞ്ഞങ്ങോട്ട് കൊടുക്കുക യോഗ്യ. ഞാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് മാത്രം അച്ഛൻ പറയരുത്. അച്ഛൻ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? എന്തുവാ? ഈ ക്രിസ്മസ് വരുന്ന സമയത്ത് ഞാൻ പപ്പാഞ്ഞിയുടെ വേഷം കിട്ടും ഈ വയറും വെച്ചോണ്ട്. ഓണം വരുന്ന സമയത്ത് ഞാൻ മഹാബലിയുടെ വേഷം കിട്ടും ഈ വയറും വെച്ചോണ്ട്. പുലികളിയുടെ സമയത്ത് തൃശ്ശൂർ പുലിവേഷം കിട്ടും ഈ വയറും വെച്ചോണ്ട്. ഒരു സത്യം അറിയാവോ? എന്തുവാ? 12 പിള്ളേരെ നോക്കാൻ വേണ്ടിട്ടായത് ഈ വയറും വെച്ച വയറുവാദമായിട്ട് എന്തോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത്ര പ്രൊഫഷണലാണ്. 100% പ്രൊഫഷണലാണ് ഞാൻ. അന്നില്ലയോ? അതെ. എന്തോ തരത്തില് കാര്യമില്ല. കളിക്കുന്ന കളി സമയം നമുക്ക് സമയം പോകുന്ന വെച്ചാൽ നമുക്ക് അടുത്ത വീടുകളിൽ കയറണം. ഇല്ല ഇനി എന്റെ പൈസ തരണം. പൈസ തരാതെ ഞാൻ ഒരു ചവിട്ടാണ് ഞാൻ മുന്നോട്ട് വെക്കത്തില്ല. എടാ അടുത്ത ഒരു പാട്ട് കഴിയുമ്പോൾ നിന്റെ പൈസ ക്ലിയർ ആയിട്ട് തന്നേക്കാം. യോഗ തന്നെ പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. എന്റെ പൊന്നച്ചായി പറയുന്നേക്ക് ഞാനല്ലേ വിളിച്ചോണ്ട് വന്ന ഒറ്റ പാട്ട് ആണോ? അതിനുശേഷം അച്ഛന്റെ പൈസ തരും. അല്ല അങ്ങനാണെങ്കിൽ ഒറ്റപ്പാട്ട്. ഒറ്റ പാട്ടിന്റെ അടുത്ത പാട്ടിലേക്ക് പോയാൽ ഞാൻ ഡാൻസ് കളിക്കുകയില്ല. ഈ പാട്ട് തീരുന്ന പറഞ്ഞാൽ അച്ഛന്റെ പൈസ തരും. എന്നെ പൈസ ഒറ്റ പാട്ടോട് കൂടി ഈ പരിപാടി നിർത്തണം നമുക്ക്. എന്നാ അടിച്ചു തുടങ്ങിയോടാ. ഒറ്റപ്പാട്ട് ഒറ്റപ്പാട്ട്. ഉൾക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. ഉൾക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. ഉൾക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. ഉള്ളിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം.
അപ്പൊ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ എല്ലാവർക്കും പറയാനുള്ളതെന്ന് പറയുന്നത് ഇന്ന് കോമഡി ഉത്സവത്തിൽ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിൻ ഓർമ്മദിനം കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനാ ഹലോ ഒരു നാൾ ദൈവസുതൻ. ഇത് കഴിഞ്ഞില്ലേ? ഇത് നിർത്താറായില്ലേ? നിർത്തണ ഇത്ര പുളിക്കും. അതാ ഇവിടുന്ന് ബെത്തലഹേമി വരെയുള്ള വീട് കയറ്റിയിട്ടാ ഇവന്റെ ആട്ടം ഞങ്ങൾ ഇവിടെ നിർത്തത്തുള്ളൂ. ഉറപ്പാണോ? ഉറപ്പാ. അതുവരെ ഈ പാട്ട് പാടുമോ? പാടും. അങ്ങനെയാണ് ഇന്ന് മുതൽ ഈ സാന്റാ ക്ലോസ്. കോമഡി ഉത്സവത്തിന് ഇനി അടുത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസിനായിട്ട് എത്തുന്നു നമുക്ക് വളരെ പ്രിയപ്പെട്ട ശിവദാസ് മട്ടന്നൂർ ആൻഡ് PVK നാഥ്. വെൽക്കം. നമസ്കാരം. നമസ്കാരം മോനെ, വെൽക്കം. ശിവദാസന്റെ മകനാണ് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ അച്ഛന്റെ പാതയിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് എത്ര A ഗ്രേഡ് ആയിരുന്നു? A ഗ്രേഡ് ആയിരുന്നു. ഇപ്പം ജില്ലയില് ഫസ്റ്റ് ആണ് മിമിക്രിക്ക്. സംസ്ഥാനത്തേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ആളാണ്. നമ്മുടെ പാതയിൽ തന്നെയാ വരുന്നത്. കറക്റ്റ്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അങ്ങനെയല്ലേ പറ്റുള്ളൂ അല്ലേ? ഇതല്ലേ കണ്ടു വളർന്നേ. ശിവാസന, അപ്പൊ മകൻ കുട്ടിക്കാലം തൊട്ട് ഇത് ചെയ്യണ്ടോ അതോ ഇവിടെ വന്നിട്ട് അന്ന് അവര് മൊത്തം വന്നല്ല, അമ്മ അന്ന് ഫാമിലി ആയിട്ട് വന്നു? മിമിക്രി ഒറ്റക്ക് വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ഓഡിയേഷനിൽ തന്നെ പങ്കെടുത്തു. ഇനി അടുത്തൊരു ജനറേഷനും കൂടി വീണ്ടും മിമിക്രിയിലോട്ട് കഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോ മോനെ, എന്തായിരുന്നു സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുത്തപ്പം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഐറ്റംസ് എന്തായിരുന്നു? താളങ്ങളെ പറ്റിട്ടേനു, പക്ഷെ ഇപ്രാവശ്യം സൗണ്ടുകൾ മാത്രമായിട്ടാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത താളങ്ങളെ പറ്റിയിട്ടുള്ള എന്തായിരുന്നു? അതിന്റെ ഒരു സാമ്പിൾ കാണിക്കാവോ? അത് പറഞ്ഞാല് നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിനാ ഓരോ താളത്തിലാന്നുള്ളതേനു. നോക്കട്ടെ. ആദ്യം കുതിര പോന്നേനും താളത്തിലും. അങ്ങനെ ഇത് കണ്ടുപഠിക്കേണ്ടി വരുമല്ലോ. അടുത്തത് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാല് ഓരോ സൗണ്ടുകളെയാണ്. ചില വാഹനങ്ങള് ചെറിയ ബൂട്ട്. സൂപ്പർ. ഒരു ആക്സോളോട് കൊണ്ട് പ്ലൈവുഡ് കൊടുക്കുന്നത്. ഇതേ ആക്സോളോട് കൊണ്ട് PVC പൈപ്പ് കൊടുക്കുന്നത്. ഒരു ബാഗിന്റെ സിബ്, പാൻറ്റിന്റെ സിബ്. അപ്പൊ ഇത് നാലും കൂടിയുള്ള ഒരു ബീറ്റ് ബോക്സ് ആണ്. ഒരു ജലങ്ക ഇട്ട് നടക്കുന്നത് എങ്ങനെയാ? സൂപ്പർ. കുട്ടി കഴിയുമ്പോ അമ്മ ഒരു മൂളിപ്പാട്ട് പാടുന്നത്. പിടിച്ചുതരാം. ദിവസമായിട്ടൻ ഈ മിമിക്രി വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത്? മിമിക്രി വരുന്നതിന് മുമ്പ് മിമിക്രി തന്നെ. അല്ല, എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടായിരുന്നോ? പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പോകേണ്ട സമയമില്ലേ? അല്ല, ഞാൻ പറയായിരുന്നു ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളാം. എന്നാ പണി തിരിച്ചു പഠിച്ചോ? എല്ലാ ഭാഗത്തുനിന്നും ഭയങ്കര പണി കിട്ടുന്നുണ്ട്. ഞാന് സാറിന്റെ സെറ്റിൽ വന്ന ഓർമ്മയുണ്ടോ? ഇരിട്ടി, തലശ്ശേരി. അവിടെ വന്നപ്പോ എന്ന് പറഞ്ഞാല് എന്നെ അല്ല വിളിച്ച വേറൊരു ശിവദാസിനെയാ. ആണോ? ഓ, നമ്മുടെ കണ്ണൂർ ശിവദാസ്. കണ്ണൂർ ശിവദാസ്. അതും അല്ല, ഓർ മട്ടന്നൂർ തന്നെയാണ്. രണ്ടാളും ഭയങ്കര കൺഫ്യൂഷനാ. രണ്ടുപേർക്കും കണ്ണൂർ ഭാഷയാണ്. കണ്ണൂർ ഭാഷയാണ്. അപ്പൊ വേറൊരു പടത്തിൽ എന്നെ വിളിച്ച് അപ്പൊ എല്ലാം പറഞ്ഞ സംഗതി ഇത്ര ഡേറ്റിന് വരണമെന്നൊക്കെ പറഞ്ഞ്
പോയി നോക്കുമ്പോൾ റിട്ടയർഡ് മിലിറ്ററിക്കാരെ നോക്കുമ്പോൾ അതും വിളിച്ച കണ്ണൂർ ശിവദാസനല്ല. ചേട്ടനാണെങ്കിൽ മറ്റേ മിമിക്രി അല്ലാണ്ട് വേറെ ഒരു പണിയും എടുത്തിട്ടില്ല. അതെ, ആകെ പ്രശ്നമാണ്. അതെ, ഒന്ന് എല്ലാവരോടും ഒന്ന് പറയണമെന്ന് ഇങ്ങനെ. അപ്പോൾ എന്നിട്ട് അവർ വേറെ ഒരു വേഷം തന്നിന് കേട്ടോ. അങ്ങനെ എൻ്റെ ആത്മാർത്ഥത കൊണ്ട് എനിക്ക് ചെറിയൊരു വേഷം തന്നിനായി. ആര്? നമ്മുടെ അതിലല്ല, വേറെ പടത്തിൽ. നിങ്ങളതിലൊന്നും തന്നില്ല. ശിവദാസനെ വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചെന്നോളാം. ചോദിക്കണം അല്ലെ പോലീസാണോ? അതെ അതെ, ചോദിച്ചിട്ട് ഇനിയിപ്പോ എനിക്ക് പോലീസ് ആകാൻ പറ്റുമില്ല, വയസ്സെല്ലാം കഴിഞ്ഞില്ലേ, അതെല്ലാം പ്രശ്നമായിട്ട്. ശിവാസേട്ടാ അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ശിവാസന്റെ ഒരു 2 സ്റ്റാർ. ഓക്കെ, എന്നാലേ നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപേട്ടനുണ്ട്, നമ്മുടെ വിട്ടുപോയ പ്രദീപേട്ടൻ. ഇപ്പൊ കോട്ടയം പ്രദീപേട്ടൻ ഇപ്പൊ അടുത്ത് നമ്മൾ രണ്ടാളും ഒന്നിച്ച് അഭിനയിച്ച ഒരു പടം റിലീസായിട്ടുണ്ട്. മൊത്തത്തിൽ കുഴപ്പം. പടത്തിന്റെ പേര് മൊത്തത്തിൽ ആ, ഇന്നലെ നിന്റെ സിനിമ ഞാൻ TV കണ്ടായിരുന്നു. കൊള്ളാം. പക്ഷെ അതിലും നീ കള്ളനായിരുന്നല്ലോ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ ഒരുപാട് സിനിമയിൽ കേണലായി അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്കും വല്ല ആസ്ഥാന കള്ളം പദവിയും കിട്ടുമോടാ? അത് മൊത്തത്തിൽ കുഴപ്പമില്ല. ഒരെണ്ണം കൂടി എടുക്കല്ലേ. NF വർഗീസ്. അടിപൊളി. അടിച്ചു താരടാ നിന്നെ. ആണ്ടവനോ അതോ സെഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ, അതും ഷൂസിട്ട കാലിനുണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കുപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. താങ്ക് യു. പറഞ്ഞവരെല്ലാം തിരുത്തി പറയിച്ചില്ലേ? അതാണ്. നിങ്ങള് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഇവനെ എല്ലാരും പരിപാടിക്ക് വിളിക്കും. ഒന്ന് മാറ്റി പറയാത്. വേറെ സാധ്യതകളുണ്ടല്ലോ അല്ലേ? അതെ, ചേട്ടനാണെങ്കിൽ വേറെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഇവനാണ് ഒന്നൊക്കെ ഒരു ജോലിയാക്കാൻ പറ. അവരൊരു ജോലി ഇല്ലടാ, ഞാൻ പറഞ്ഞേ നിങ്ങൾക്ക് 2 പേർക്കും കൂടെ നല്ല പൊളി വിളിക്കാം. ചേട്ടന്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് വേറെ ഗംഭീര പരിപാടികളും പിടിക്കാം. അങ്ങനെ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ചേട്ടൻ പട്ടിണിയാവുന്ന എനിക്ക് അല്ല, അങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് നീങ്ങാം. അതാ അവൻ ഭയങ്കര ഇന്നോവേറ്റീവ്. സ്റ്റാർ ചെയ്യൂലേ? വിജയിനെ ചെയ്യാൻ ശ്രമിക്കലുണ്ട്. ശ്രമിക്കാം നമുക്ക്. അയ്യോ സാറേ, ഞാനിവിടെ പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുരുവില. ഞാനിവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ്. ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വില്ലപ്പച്ചാണ്ടിക്കല്ലു സുധികരണി അപ്പച്ചൻ കുരുവില. ഇപ്പം ഞാൻ ഒരു ചെറിയ ആക്സിഡൻറ്റ് അറിയാണ്ട് ചേട്ടൻ്റെ മേലൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ മേലൊരു പ്രശ്നം വേണ്ട. അതാണ് പ്രതി തിരിച്ചൊപ്പിട്ട് മേടിക്കാൻ വന്നു. എനിക്ക് ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിൽക്കണോ? ഒരു കുഴപ്പമില്ല. പോരാ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. അവിടെ കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അപ്പൊ ഇനി അടുത്ത ഒരെണ്ണം കൂടി, ഒരു സ്റ്റാറും കൂടി മതി. ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനിനി ഒറ്റക്ക് വന്നിട്ട് ഒരു പെർഫോമൻസും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അതിനി വർക്കാവുന്ന തോന്നുന്നുണ്ട്. ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇന്നോവേറ്റീവ് ആണ്. ഇവൻ പരിപാടി പുതിയ സാധനങ്ങളൊക്കെ ആയിട്ടാ വരുന്നത്. അതെ, പക്ഷെ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത ആരാന്ന് ചോദിച്ചേ? ആരാണ് പഠിപ്പിച്ചതെല്ലാം? സ്വന്തമായിട്ട് പഠിച്ചല്ലേ? സ്വന്തം. എനിക്ക് ഉറപ്പായിരുന്നു. കാര്യം എന്താണെന്നറിയാം, ചേട്ടന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്ക് തോന്നിയില്ല. ഇങ്ങനൊരു തേപ്പ് ഞാനും വിചാരിച്ചില്ല. അല്ല, ഞാൻ ഇതിലൊരു സൗണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ചെലങ്കേന്റെ സൗണ്ട്. എടുക്കുകയും വേണം. അറിയാൻ പറ്റുള്ളൂ. അതെ, ചെലങ്കയാണോ വടിവാളാണോ നോക്കാം. അപ്പൊ നല്ല കാര്യങ്ങളുണ്ട് കയ്യിൽ. പറയൂ. അടിപൊളിയായിരുന്നട്ടാ. കാരണം ഇവര് എല്ലാവരും കൂടി, കുടുംബം, അമ്മ, അച്ഛൻ, എല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കാണിച്ചില്ല എന്നതുള്ളൂ. അവര് ഓണംകളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മോന്റെ ഒരു സെപ്പറേറ്റ് ഒരു പ്രകടനം അടിപൊളിയായിരുന്നു കേട്ടാ. പിന്നെ ചിലങ്ക 2 പേരും കേട്ടാ. അതെങ്ങനെയാണ്? കാരണം പലവരും മിമിക്രിയിൽ നമ്മള് സൈനൻ കടാമംഗലൊക്കെ നന്നായിട്ടൊക്കെ എടുക്കും. പക്ഷെ എനിക്ക് ഇത്രയും എന്താണ് ഒരു അകലെ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം, റിവർബ് ഉണ്ടായിരുന്നു അതിന്. അത് ഭയങ്കര രസം. ഒരു പ്രാവശ്യം ഒന്ന് കേൾക്കും. അയ്യോ, അത് ഒറിജിനൽ ചിലങ്കയൊക്കെ വെച്ചിട്ട് എടുക്കൂലേ നമ്മള്, വോയിസ് എടുക്കൂലേ, അതിൽ എഫക്ട്സ് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ. അയ്യോ കറക്റ്റ് കേട്ടോ. അത് ഗംഭീരം. അല്ല, എല്ലാം ഗംഭീരമായിരുന്നു. പക്ഷെ ഇത് എടുത്തു പറയണം, നമ്മൾ കേട്ടിട്ടില്ല മിമിക്രിക്കാരുടെ തൊണ്ടയിൽ നിന്ന്. എന്തായാലും 2 പേർക്കും വളരെ ബെസ്റ്റ്. കാരണം ശിവദാസനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ പറയേണ്ട ആവശ്യമില്ല. അല്ല, നമ്മളൊന്നും അഭിനയിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞു. ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട്
ശിവദാസിനെ പറയേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചപ്പോ എനിക്ക് കിട്ടിയതെന്നറിയോ, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എനിക്ക് തോന്നുന്നേ ആ ലൊക്കേഷനിൽ വെച്ച് എന്തോ പ്രശ്നം പറയുന്നത്. ഞാൻ തിരികെ പോട്ടെ, എന്തെങ്കിലും ഉണ്ടോന്ന്, എന്തെങ്കിലും വേഷം നമ്മൾ ഉണ്ടാക്കുക അപ്പുറത്ത്. ഗുണുണ്ടായില്ലേ രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ എവിടെയോ ചില മനുഷ്യരോടെ നമുക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഇപ്പൊ രാവിലെ മുതൽ ഇത്ര നേരം നിന്ന് ഞാൻ ആരെയും ബാധിക്കാൻ ശ്രമിച്ചിട്ടില്ല. ശരിയാണ്. പക്ഷെ ആ ഒരു കണക്റ്റും നമ്മൾ അങ്ങനെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ സ്പിരിറ്റിൽ എടുക്കും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിന്റെ റിഫ്ലക്ഷൻ ആട്ടോ. പിന്നെ മറ്റേനെ കുറിച്ചിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കട്ടോ. നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പരിപാടി അത് വേറൊരു ബ്ലെൻഡ് ആയിരിക്കും അല്ലേ? അടിപൊളിയായിരുന്നു കേട്ടോ. നിന്നിൽ ഞാൻ ഒരു നമുക്കൊരു ക്യൂട്ട്നെസ് തോന്നുന്നുണ്ട്. ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പെർഫോം ചെയ്യുമ്പോൾ നീ ആ മൈക്കെടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവനൊരു മൈക്കിലൊരു നോട്ടമൊക്കെ ഉണ്ട്. അത് ഇവനല്ല എന്നത് കുറ്റബോധം പോലെ എല്ലാ ഐറ്റം ചെയ്യുമ്പോഴും അത് കഴിഞ്ഞ് ഇവനൊരു ഇതുണ്ട്. പക്ഷേ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആവാനേ. പ്രത്യേകിച്ച് നമ്മൾ മത്സരത്തിന് ഈ സൗണ്ട് എഫക്റ്റുകൾ പരിപാടികൾ ഏറ്റവും അധികം ഗുണം ചെയ്യും. കാര്യം ഈ ഇരിക്കുന്ന ജഡ്ജികൾക്ക് മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർസ് എടുക്കുന്നതിനേക്കാൾ ഈ കലോത്സവത്തിനൊക്കെ സാധാരണ ഇങ്ങനെയുള്ള സൗണ്ട് എഫക്റ്റുകൾക്കാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അതന്നെയല്ല, നല്ലൊരു മിമിക്രിക്കാരനാവാനുള്ള ഭയങ്കരമായ ശബ്ദമുണ്ട് മോനെ. നല്ല ശബ്ദമാണ്. അപ്പൊ അതാണ് കേട്ടല്ലോ, ഭയങ്കര ടാലന്റഡ് ആണ് കേട്ടോ, ഇമ്മൻസ്ലി ടാലന്റഡ് ആണ്. പറഞ്ഞ പോലെ സംസ്ഥാന കലോത്സവത്തിനും ഫസ്റ്റ് കിട്ടട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അച്ഛനും കൂടെ വൻ പൊളി പൊളിക്കട്ടെ. അതെ, നേരത്തെ വിനയ് പറഞ്ഞതുപോലെ ഒരുമിച്ചുള്ള ഷോസ് ഇനി ഉണ്ടാവട്ടെ കേട്ടോ. ഒരുപാട് താങ്ക് യു ഫോർ കമ്മിങ് കേട്ടോ. താങ്ക് യു. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ് ആണ്. സ്പോട്ട് ഡബിംഗ് ഇന്ന് നമ്മൾ വിനയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം അഖിൽ. വെൽക്കം. വിനയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പൊളിച്ചടിക്കണം കേട്ടല്ലോ. റെഡിയല്ലേ? സെറ്റ് ആണല്ലോ. വിനയുടെ അടുത്ത് പോയി ഒന്ന് ചെയ്യാം കേട്ടാ. ഓൾ ദി ബെസ്റ്റ് അഖിൽ, ഓൾ ദി ബെസ്റ്റ്. ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വലിയ നടൻ, ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു 95% പേര് ഡീപ്ലി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ ഒരു മഹാനടൻ എത്രത്തോളം സുന്ദരനാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 26-ാമത്തെ വയസ്സിൽ സൂപ്പർ സ്റ്റാർ ആയ ആള്. സിനിമയിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ 30 വയസ്സിന് മുമ്പ് ഒരു നടനും ചെയ്തിട്ടില്ല അത്രയ്ക്കധികം അതിഭീകരമായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഈ സിനിമാ നടൻ. ഇദ്ദേഹം ഈ പറയുന്ന പോലെ ഏറ്റവും ചെറുപ്രായത്തിൽ ചെയ്ത സിനിമകൾ നിങ്ങളെ പേടിപ്പെടുത്തുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ബോഡി ഷേമിങ് ക്രാപ്പുള്ള എനിക്ക് മലയാള സിനിമ. പിള്ളേരുടെ സംശയങ്ങൾ നമ്മളല്ലാതെ ആര് പറഞ്ഞു കൊടുക്കാനാ ഷാലിനി? ചേട്ടാ വേണ്ട, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണ്ട. ഓ, വാ തുറന്ന് സംശയം ചോദിക്കുന്ന ഒരു കൊച്ചും അതിനൊക്കെ സമാധാനം പറയാൻ പറ്റിയ ഒരു തത്തയും. മോളെ, അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയപ്പോൾ ഞങ്ങൾ വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ സ്നേഹത്തോടു കൂടി ഒന്നായപ്പോൾ അമ്മയുടെ വയറ്റിൽ മോളുണ്ടായി. അങ്ങനെ അമ്മയുടെ വയറ്റിൽ കിടന്ന് മോൾ ഓരോ മാസവും വളർന്നു. തിരിഞ്ഞും മറഞ്ഞും നിന്നെ കുഞ്ഞിക്കാല് വെച്ച് അമ്മയുടെ വയറ്റിൽ ചവിട്ടുമ്പോൾ അത് സന്തോഷത്തോടു കൂടി സഹിച്ച് 10 മാസം നിന്നെ ചുവന്ന ആളാണ് നിന്റെ അമ്മ. വേദന കടിച്ചമത്തി നൊന്ത് പ്രസവിച്ച് നിന്ന് ഒരു നോക്ക് കാണാനുള്ള നിന്റെ അമ്മയുടെ വെപ്രാളും സന്തോഷമൊക്കെ നേരിട്ട് കണ്ടവനാണ് നിന്റെ അച്ഛൻ. മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവരാണ് അമ്മമാർ. അവരൊരിക്കലും കരയിപ്പിക്കരുത്. അസലായിട്ട് ചെയ്തു. അതോ അതൊരു ഡയലോഗ്, അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഡയലോഗ്. ഓ, ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു കേട്ടോ. ശരിക്കും എനിക്കോട് വിനയ് കൊടുത്ത അതേ ഇമോഷൻ കൊടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. ഇനിയിപ്പോ പറ, നമ്മുടെ അഖിലിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? വിനയ് എന്നെ പറഞ്ഞോളൂ. നന്നായിരുന്നു. അത് ഈ എൻ്റെ ഒരു പരിപാടി എന്താണെന്നറിയോ, എല്ലാ മനുഷ്യരും അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതും നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. എനിക്ക് മറ്റേ സോമന്റെ കൃതാവിന്റെ ഡബ് ചെയ്ത് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്തു. നന്നായിരുന്നു. ആ സീനൊരു ഇമോഷൻ ഉണ്ടല്ലോ. ആ സീൻ ചെയ്യുമ്പോൾ എൻ്റെ സിനിമയിൽ എനിക്ക് ഏറ്റവും ടഫസ്റ്റ് സീൻ, അതിൽ ഞാൻ 4-5 പേജ് പ്രസംഗമൊക്കെ ഉണ്ട് ആ പടത്തിൽ. പക്ഷേ എൻ്റെ സിനിമയിലെ ഏറ്റവും ടഫസ്റ്റ് സീൻ ഇതായിരുന്നു. കാര്യം എക്സ്ട്രീംലി മെലോഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണത്. പക്ഷേ അത് ഭയങ്കര സട്ടിലായിട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ബാലൻസ് ഉണ്ട് അതില്. അപ്പൊ അഖില് ഡബ് ചെയ്തപ്പോ അതിനോട് ജസ്റ്റിസ് കാണിച്ചു എന്ന് എനിക്ക് ഫീൽ തോന്നി. അത് സത്യം, അത് പറഞ്ഞ ഭയങ്കര പോയിന്റ് ആണ്. അത്
ഏത് നിമിഷവും നാടകമായി പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അവരെ ഭയങ്കര രസമായിട്ട് ഫീൽ അത് അതുപോലെ ഏറ്റെടുത്തില്ലേ ഇത് ഗംഭീരം. കുറച്ചോട്ടാ മോനെ അടിപൊളിയായിട്ട് ചെയ്തോ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു. പിന്നെ നമുക്കതിനകത്ത് ചിരി വന്നത് ഒന്ന് വിനയ് അന്ന് മീശയൊക്കെ വെച്ച് വന്നപ്പം ഒരുപാട് നമ്മൾ കാര്യം എന്താണ് സംഭവം, ചില വൈറൽ പോസ്റ്റുകളൊക്കെ വന്നപ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോയി. ഇത് കണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഇന്റർവ്യൂവിൽ വിനയ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും. ആ ഇന്റർവ്യൂവിൽ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കുറെ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ബോഡി ഷേമിംഗ് അതെ അതെ അതെ. അല്ല എന്താ അറിയോ മോനെ, നമ്മളിപ്പോ ഒരാളിരിക്കെ ചെയ്ത് അദ്ദേഹത്തെ അനുകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നീട് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കിട്ടും. ആ എനർജി മോന് കിട്ടിയിട്ടില്ലേ? കിട്ടി. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പൊ ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. ഇനി ഒരുപാട് പേരെ ഈ പറഞ്ഞ പോലെ സ്പോട്ട് അപ്പ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം കിട്ടട്ടെ. നല്ല ആർട്ടിസ്റ്റാണ് കേട്ടോ, ഗുഡ് ആർട്ടിസ്റ്റാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിജയടാ. അഖിലേ പൊളിച്ചടുക്കി കളഞ്ഞിട്ടാ. താങ്ക് യു. നന്നായിരുന്നു. രണ്ട് വേരിയേഷനിലുള്ള സിനിമകളിലെ ഡയലോഗ്. മറ്റേ ഒന്ന് ഇന്റർവ്യൂ ആണ്, പക്ഷെ അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പിൾ ആയിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ സോമന്റെ കൃതാവ് എന്ന് പറഞ്ഞ സിനിമ സാധാരണ നമ്മളൊരു ആർട്ടിസ്റ്റ് കൂടെ വന്നിരിക്കുമ്പോൾ ആ ആർട്ടിസ്റ്റിനെ അനുകരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പറയാൻ പറ്റുന്ന ഡയലോഗാണ്. ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ള സാധനം എടുത്താണ് എൻറ്റയർ സിനിമയിൽ ഏറ്റവും ടഫ്. അതെ, അതെടുത്തതാണ് ഏറ്റവും കൂടുതൽ കയ്യടി ആയിരുന്നത്. താങ്ക് യു. പെർഫെക്ഷന്റെ അങ്ങേ അറ്റം വരുന്നുട്ടാ. താങ്ക് യു ഏട്ടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കലക്ക് രീതി കൂടുതൽ എന്ത് വേണം? നമുക്ക് നേരിട്ട് സ്ട്രൈറ്റ് ഫ്രം ദ ഹോസസ് മൗത്ത് എന്ന് പറഞ്ഞതല്ലേ, അതാ വിനയ് തന്നെയല്ലേ പറഞ്ഞത് ഏറ്റവും നന്നായിട്ടുണ്ടെന്നുള്ളത്. ഏട്ടാ കലക്കി ഏട്ടാ, എല്ലാരും വലിയൊരു കൈയടി. ഹായ്, എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണോ? എങ്കിൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പക്ഷെ ഞാൻ അത്ര ഹാപ്പി അല്ല കേട്ടോ. എന്താണെന്ന് അറിയാമോ? ഇന്ന് സ്കൂളിൽ വെച്ച് എല്ലാവർക്കും ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടി. സാറക്ക് ദിയ, റോഹിന് ജാൻവി. പക്ഷെ എനിക്ക് മാത്രം ആരെയും കിട്ടിയില്ല. എനിക്ക് നല്ല സങ്കടമായി. പക്ഷെ ടീച്ചർ പറഞ്ഞു ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടാത്തവർക്ക് ഫ്രണ്ടായിട്ട് സാന്റ വരുമെന്ന്. സാന്റ ശരിക്കും വരുമായിരിക്കോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കി. അവര് പറയാ സാന്റ ഒന്നും വരില്ല, അതൊക്കെ വെറും മിത്താണെന്ന്. പക്ഷെ എനിക്കറിയാം, മനസ്സ് നിറഞ്ഞ് ആഗ്രഹിച്ച് നമ്മളെ വിളിച്ച സാന്റ വരും. പക്ഷെ ഒരാൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. എനിക്കുറപ്പാ സാന്റ വരും. ഞാൻ എന്തായാലും സാന്റയെ വിളിക്കാൻ പോവാ. നിങ്ങളോ എന്റെ കൂടെ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചെന്ന് വിളിച്ചു നോക്കിയേ. ചിലപ്പോ നിങ്ങൾക്കും കാണാൻ പറ്റും. ഓ സാന്റ, നീ എവിടെയാ? എനിക്ക് സാന്റയെ കാണണം. ഒരു തവണ, ഒരൊറ്റ തവണ പ്ലീസ് ഒന്ന് വരുമോ സാന്റ? കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ വിളിക്കുന്നത്. എനിക്ക് സമ്മാനം ഒന്നും വേണ്ട, ഒന്ന് കണ്ടാ മതി. പ്ലീസ് സാന്റ, ഒന്ന് വരുമോ പ്ലീസ്? Hi, my little angel. ഹായ് സാന്റ. ടീച്ചർ പറഞ്ഞ സത്യാണല്ലേ? സാന്റ ശരിക്കും വരുമല്ലേ? അതു പിന്നെ മോൾ ആഗ്രഹിച്ചു വിളിച്ചാൽ ഞാൻ എങ്ങനെയാ വരാതിരിക്കുക? അപ്പൊ സാന്റയാണോ എന്റെ ക്രിസ്മസ് ഫ്രണ്ട്? ഞാനല്ല, നിന്റെ ഫ്രണ്ട് പിറകെ വരുന്നുണ്ട്. ഹേ, അതാരാ? അതൊക്കെ വരുമ്പോ കണ്ടാ മതി. അതൊക്കെ ഇരിക്കട്ടെ, ഫ്രണ്ട് വരുമ്പോ നീ എന്താ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഗിഫ്റ്റ് ഞാൻ എന്താ കൊടുക്കാ? എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു ഒന്നുമില്ലെന്ന്? അവള് വരുമ്പോ നീ അകത്തേക്ക് പോയി ആദ്യം കൈ കിട്ടുന്നത് എന്തോ അത് കൊടുക്കണം. പിന്നെ ക്രിസ്മസിന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ അവള് നിന്റെ നല്ല ഫ്രണ്ടായിരിക്കും. സാന്റ പറഞ്ഞാൽ ഞാൻ അത്
പറഞ്ഞതുപോലെ ചെയ്യാം. ഹാ മിടുക്കി. എന്നാ എനിക്ക് സമയായി. സാന്റ പോട്ടെ. പോവാണോ? അപ്പൊ ഇനി വരില്ലേ? പിന്നെ വരില്ലേ? നീ എപ്പോ വിളിച്ചാലും സാന്റ വരും. താങ്ക് യു സാന്റ. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. എന്നാലും ആരായിരിക്കും സാന്റ പറഞ്ഞ എന്റെ ക്രിസ്മസ് ഫ്രണ്ട്? ഇവിടെ ആരുമില്ലേ? ആരാ? കേറി വാ. എന്താ വേണ്ടത്? ഇവിടെ പഴയ സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? പഴയ സാധനങ്ങൾ എന്ന് വെച്ചാ പഴയ പേപ്പർ, കുപ്പി, പ്ലാസ്റ്റിക്, അങ്ങനെ എന്തെങ്കിലും. നീയാണോ എന്റെ ക്രിസ്മസ് ഫ്രണ്ട് സാന്റ പറഞ്ഞു വിട്ട? സാന്റയോ? അതാരാ? സാന്റ, സാന്റ ക്ലോസ്. ആ, എനിക്കറിയില്ല. സാന്റ പറഞ്ഞിരുന്നു നീ വരുമെന്ന്. എന്താ നിന്റെ പേര്? അമ്മു. നല്ല പേരാട്ടോ. നീ എത്രയിലാ പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നൊന്നുമില്ല. അതെന്താ? എന്റെ അച്ഛൻ മരിക്കണത് വരെ ഞാൻ സ്കൂളിൽ പോയിരുന്നു. പിന്നെ പോവാൻ പറ്റിയിട്ടില്ല. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ കയ്യില് എന്നെ പഠിപ്പിക്കാനുള്ള പൈസ ഇല്ല. പഴയ സാധനങ്ങൾ പെറുക്കി വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അയ്യോ, ആണോ? അത് സങ്കടമായല്ലോ. സാന്റ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അകത്തോട്ട് കേറുമ്പോ ആദ്യം കയ്യിൽ കിട്ടുന്ന സാധനം നിനക്ക് തരണോന്ന്. ഞാൻ ഇപ്പൊ വരാവേ. ഇതെന്നെ കഴിഞ്ഞ വർഷത്തെ പുസ്തകങ്ങളാണല്ലോ. ഇത് പഴയതല്ലേ? ഇത് എങ്ങനെയാ ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്ക? എന്തായാലും സാന്റ പറഞ്ഞതല്ലേ, കൊടുക്കാം. ഇത് കൊറേ പുസ്തകങ്ങളാ. ഇതൊക്കെ നീ എടുത്തോ. ഹായ്, ഇത് വിറ്റാൽ എനിക്ക് 10 രൂപ കിട്ടും. പുസ്തകം വിക്കേ? നിനക്ക് ഇത് വെച്ച് പഠിച്ചൂടെ? പഠിച്ചു വലിയ ആളായ പിന്നെ നിനക്കും നിന്റെ അമ്മക്കും സന്തോഷായിട്ട് ജീവിച്ചൂടെ? എല്ലാ വർഷവും പുസ്തകങ്ങൾ മേടിക്കാൻ എന്റെ അമ്മയുടെ കയ്യിൽ പൈസയൊന്നുമില്ല. എല്ലാ വർഷവും നിനക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ ഞാൻ തന്നാ നീ പഠിക്കൂ? പുസ്തകങ്ങൾ കിട്ടിയാ ഞാൻ പഠിക്കും. അപ്പൊ നീ വിഷമിക്കണ്ട. എനിക്ക് എല്ലാ വർഷവും വേണ്ട പുസ്തകങ്ങൾ ഞാൻ തരാം. പകരം ഞാൻ നിനക്ക് എന്താ തരാ? എന്റെ കയ്യിൽ അതിനൊന്നുമില്ലല്ലോ. ഒന്നും വേണ്ട. സാന്റ പറഞ്ഞതുപോലെ ഇന്ന് നീ എന്റെ ഫ്രണ്ടായിട്ട് ഇരിക്കാമോ? എനിക്കത് മാത്രം മതി. ഞാൻ നിന്റെ ഫ്രണ്ടായ നിനക്കെന്താ പ്രയോജനം? പ്രയോജനം കിട്ടാനാണോ ഒരാളെ ഫ്രണ്ടാവുന്നത്? നീ എന്നും എന്റെ നല്ല ഫ്രണ്ടായിട്ട് ഇരുന്നാ മതി. വേറൊന്നും ചെയ്യണ്ട. ഒന്നുമില്ലാത്ത എന്നെ നീ എന്തിനാ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്? അതോ, എനിക്ക് സാന്റ തന്ന ഗിഫ്റ്റാണ് നീ. ജീവിതകാലം മുഴുവൻ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുന്ന സാന്റ പറഞ്ഞത്. നീ പറയണ സാന്റയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്റെ മുമ്പിൽ ഇപ്പൊ നീയാണ് സാന്റ. നീ പറഞ്ഞതുപോലെ ഞാൻ എന്നും നിന്റെ നല്ല ഫ്രണ്ട് ആയിരിക്കും. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഉത്സവ പരിപാടികളെല്ലാം ആഘോഷമായിരുന്നു വിചാരിക്കുന്നു. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. അപ്പോൾ അടുത്ത ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിവൺ.